ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായകിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ തേടി പോലീസ്. പണവും മറ്റ് ബാഹ്യ സഹായങ്ങളും ഒരുക്കി നൽകിയവരെയാണ് പോലീസ് തേടുന്നത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ അർജുൻ നായകിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്താനാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ അർജുൻ നായകിക്ക് തളിപ്പറമ്പിൽ ഒളിത്താവളം ഒരുക്കിയ സുഹൃത്തിനെയും ബന്ധുവിനെയും തേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, അർജുൻ ആയങ്കിയെ സഹായിച്ച നിരവധി പേരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അവരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? നിയമവാഴ്ചയെ വെല്ലുവിളിച്ച ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആങ്കി ഈ മാസം 5-ാം തീയതി കണ്ണൂരിലെത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം പോലീസിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുന്നു എന്ന കാര്യമാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബാഹ്യമായ സഹായങ്ങൾ ഒരുക്കി നൽകിയവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. കാരണം പോലീസിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവം കൂടിയാണിത്. മാത്രമല്ല, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ഒരു സംഭവത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് ഈ ക്രിമിനൽ നടപടിയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഹൃത്തുക്കൾക്കായി വ്യാപകമായ തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ സുഹൃത്തുക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. 5-ാം തീയതി കണ്ണൂരിലെത്തിയ അർജുൻ ആങ്കി വിവിധയിടങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെ കാറിലാണ് കണ്ണൂർ ടൗണിൽ ഉൾപ്പെടെ ഈ ചുറ്റിക്കറങ്ങിയെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാർ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസിന്റെ നിലവിലെത്തിയ തീരുമാനം. ഉറ്റ സുഹൃത്തായിട്ടുള്ള പ്രണവ്, അതുപോലെ തന്നെ ബന്ധു കൂടിയായിട്ടുള്ള കുട്ടൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഇവരെ കണ്ടെത്തിയാൽ ഈ ഒളി സങ്കേതം ഒരുക്കി നൽകിയത് ആരാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തരമന്ത്രിയെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ ഈ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇതിനായി തെളിവ് നടത്തുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കണ്ണൂർ സൈബർ പോലീസ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കൂടി അർജുൻ ആങ്കിക്കെതിരെയുണ്ട്. ഈ കേസുകളിലും അതിവേഗം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. എന്തായാലും 23 കേസുകളാണ്, ക്രിമിനൽ കേസുകളാണ് നിലവിൽ അർജുൻ ആങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിൽ കാര്യക്ഷമമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാക്കണമെന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്നലെ DIG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റന്വേഷണങ്ങൾ കൂടി ഊർജിതമാക്കി കാപ്പയെ ഉൾപ്പെടുത്തി തുറങ്കിലടയ്ക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്.